ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ പ്രണയം. അല്ലാണ്ട് കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, നോമ്പൊരിക്കുക, ഇത് മാത്രമല്ല. അത്രേ ഉള്ളൂ ചിലർക്ക് ദീൻ എന്ന് പറഞ്ഞാൽ. നല്ല ദീനി കുടുംബ, പക്ഷെ പോലെ ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു ചിരി, ഒരു തമാശ, ഇതൊന്നും ഉണ്ടാവില്ല. ദീനി കുടുംബം എന്നാ പറയാ. എന്താ ദീനി കുടുംബമാണുള്ള കാരണം? വാപ്പ നേരെ പള്ളി പോകുന്നു, നിസ്കരിച്ച് വരുന്നു, മൂപ്പര് പോകുന്നു, വരുന്നു, ഉമ്മ കുപ്പായത്തിലേക്ക് നിസ്കരിക്കുന്നു, നിസ്കാരത്തുന്നു, സലാം കിട്ടുന്നു, ഖുർആൻ ഓതുന്നു. ഇത്രേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും 4 വർത്താനം തമാശ പറഞ്ഞ അങ്ങനെയല്ല ഇസ്ലാം. കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ പരസ്പരം കൊച്ചിരിയണം, പരസ്പരം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം, ചിലപ്പോൾ തമാശ അറിയണം. റസൂൽ പറഞ്ഞിട്ടില്ലേ? അല്ലാണ്ട് റസൂൽ ഓട്ടമത്സരം നടത്തിയിട്ടില്ലേ? ഇന്ന് 40 വയസ്സ് കഴിഞ്ഞ് മൂത്തോളം കെട്ടിച്ചാൽ പിന്നെ വാപ്പയും ഉമ്മയും വിചാരം ആള് വയസ്സന്മാരായി. ആ വയസ്സന്മാരാന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരുമാരുണ്ട്. ഓല് ഒരുമിച്ച് ഒരു വണ്ടിമ പോയാൽ തന്നെ മക്കൾ വയ്ക്കും, ഇത്ര പ്രായമായിട്ടും പോയായിരുന്നു. 95 വയസ്സ് വരെ കവിതാക്കൾ തന്നെയാണ്. അള്ളാന്റെ പ്രവാചകൻ 53-ാമത്തെ വയസ്സിലാ മുതൽ 63 വയസ്സ് വരെ ബാക്കിയുള്ള അഥവാ പ്രവാചകന്റെ കല്യാണം കഴിക്കുന്നത്. 53-ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവിനെ കെട്ടുന്നത്. 53 വയസ്സുള്ള ആളുകൾ മനസ്സിൽ സങ്കല്പിച്ചോ. 13 വയസ്സ് 12 വയസ്സുള്ള ആയിഷ ബീവിയും എന്നിട്ട് റസൂലോ ഭാര്യ ആയിഷ ബീവി ഓട്ടമത്സരം നടത്തുക. ഇന്ന് അവനാന്റെ ഭാര്യന്റെ പേരെ മുണ്ടി പറയാൻ ചിലർക്ക് നേരല്ല. ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പാത്ത് അല്ലെങ്കിൽ ഉമ്മാത്ത് വാപ്പ പുറത്ത് തണയൽ എന്ന പോലെ ഓരോ സെക്കൻഡും ആസ്വദിക്കണം. മരിക്കുന്നവരെ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ?